വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ദേ രാക്കയുടെ ഫാറ്റ് ലൂസ് ഡ്രിങ്ക് ആട്ടോ. ജീരകവും ഉലുവയും അയമോദകവും ഇത് വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കിയിട്ട് അരിച്ചു വെച്ചതാണ്. പിന്നെ അങ്കുവിൻ്റെ പാലും എൻ്റെ അമ്മയുടെയും ചായയും. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ സെറ്റാക്കി വെച്ചു. അങ്കുവിന് ഇന്ന് ഓൺലൈൻ ക്ലാസ് ആണ്. രാക്കയ്ക്ക് ഓഫീസിൽ പോകണം. അമ്മ ദേ ദോശയ്ക്കുള്ള മുളക് റെഡി എന്തൊക്കെയോ അമ്മയുടെ രീതിയിലാക്കുക കേട്ടോ. രാക്കയതേ റെഡി ആവുന്നുണ്ട്. രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എപ്പോഴും കാണിക്കുന്നുള്ള ചിയാ സീഡ് തന്നെ കേട്ടോ. രജാ ഇതുവരെ പോയി വാങ്ങിയില്ലല്ലോ രാക്ക. കൊറേ നാളെ കൊടുത്തിട്ടില്ലേ? ഒക്ടോബറിൽ കൊടുത്തില്ലേ നമ്മള്? അതാ ഞാൻ പറഞ്ഞത്, തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ കൊടുത്തതാ. അയാൾ തന്നെ വിചാരിച്ചു കാണും ഇവർക്ക് ഇത് അതാ. ഇനി ആർക്കെങ്കിലും അയാൾ ബാക്കി കൊടുത്തോ? രാക്ക പിന്നെ വിളിച്ച ഒരു പ്രാവശ്യം വിളിച്ചില്ലേ? അങ്ങനെ രാക്കയത് ഇറങ്ങിട്ടോ. ഇന്ന് ഫോഗൊന്നുമില്ലായിരുന്നു, നല്ല ക്ലിയർ ആണ്. ദേവിയിൽ വന്നിരിപ്പുണ്ട്. അമ്മ പിന്നെ ഇതിനിടയ്ക്ക് ഏതോ ഒരു മാവ് കലക്കി വെച്ചിട്ടുണ്ട്. അതിരസം ഉണ്ടാക്കാനാന്നാ പറഞ്ഞത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അങ്കു ഓൺലൈൻ ക്ലാസ്സിന് കയറി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. മുളക് എന്തായാലും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ദോശയും ചുട്ടാൻ കഴിക്കാം. ഈ തണുപ്പുണ്ടല്ലോ, കുറച്ച് ഇരുന്ന് എൻജോയ് തന്നെ ചെയ്യണം, അല്ലാതെ ഈ ധൃതിപ്പെട്ടാലാണ് നമ്മൾ വെറുത്തു പോകുന്നത്. കുറച്ച് ആസ്വദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നേ. ദോശ പെട്ടെന്ന് ചുട്ടെടുക്കാവേ. വെയിൽ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സും അങ്ങ് റെഡിയാവും. ഒരുപാട് മൂടലാകുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരുമാതിരി തോന്നുന്നത്. ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമാണ്, അപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് തന്നെ തോന്നുന്നത്. ദോശ ഇട്ട് അമ്മയ്ക്ക് കൊടുക്കുക. ലഞ്ച് ഇന്ന് അമ്മ നാടനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്കുവിനെ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് റൂമിൽ കയറി ഇരിക്കുക. എന്തായാലും ഇടയ്ക്കൊന്ന് പോയി നോക്കിയില്ലെങ്കിലേ ഈ റൂമിൽ അവൻ ഇരിക്കുന്ന കേട്ടോ. അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. താഴെ വെള്ളക്കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വിളക്ക് കത്തിക്കുന്ന റൂമിൽ അവൻ ഇരിക്കുന്നത്. മറ്റേ 2 റൂമിലും ഞങ്ങൾ ഇടയ്ക്ക് കയറും. പിന്നെ ഫ്രണ്ടിലൊക്കെ അവന് ഡിസ്റ്റർബൻസ് ആയണ്ട. ഇത് നമ്മുടെ ചെടി CC പ്ലാന്റ്. മറ്റേതൊന്ന് മഞ്ഞിച്ചപ്പോൾ ഒരു ബഡ് വരുന്നുണ്ട്. മണി 11 കഴിഞ്ഞു. അമ്മ പോയി നോക്കിയപ്പോൾ കുളിച്ച് റെഡിയായിട്ടിരിക്കുക. ഇനി ലഞ്ച് ഉണ്ടാക്കാനൊക്കെ കയറാൻ പോവുക. അങ്ങനെ ഓരോരുത്തരെയൊക്കെ നോക്കി ഇങ്ങനെ കറങ്ങി നടക്കുക ഞാൻ. ലഞ്ച് എന്താ വെച്ചാലേ പുഴുക്കാണേ. ഇവിടുന്ന് ചേമ്പ് കിട്ടി, ചേന കിട്ടി, നമ്മുടെ ഉണക്കച്ചീനി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കായുണ്ട്. ഉള്ളതെല്ലാം കൂടെ അമ്മ റെഡിയാക്കിയിട്ട് ഒരു പുഴുക്ക് പോലെ. ഈ കാർത്തിക ദിവസം, കാർത്തികയുടെ അന്ന് നമ്മൾ ഈ പുഴുക്കും കഞ്ഞിയും കഴിക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ കൊല്ലത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ അമ്മ കിട്ടിയതിനനുസരിച്ച് ഒന്ന് ഉണ്ടാക്കുക കേട്ടോ. തേങ്ങ ഇങ്ങനെ വറക്കുകയാണ്. നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് പുഴുക്ക് വേവിച്ചിട്ട് അരപ്പൊക്കെ ഇട്ട് അതിനകത്തോട്ട് നമ്മളിട്ടിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. തേങ്ങ ഇങ്ങനെ മൂത്ത് വരണം. ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമ്മുടെ ഈ സംഭവത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്താൽ മതി. എത്ര സ്ഥലങ്ങളിൽ ഇത് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ഇത് ഭയങ്കര ഫേമസാണ്. പ്രത്യേകിച്ച് ഈ മലയ്ക്ക് പോകുന്ന മാസം ഉണ്ടല്ലോ, നമ്മുടെ മണ്ഡലകാല സമയത്തൊക്കെ ഇത് മിക്ക വീടുകളിലും വെക്കുന്നൊരു സംഭവമാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കേട്ടോ. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ വീഡിയോ ഇടുമ്പോൾ എന്താണ് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത്. അത് ശരിക്കും എനിക്കൊരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്, എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക്. കാരണം അതിനനുസരിച്ച് നമുക്കും കൂടി ഒരു സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഗറ്റീവ്സ് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. എനിക്കതൊരു ഒരുപാട് ഉപകാരപ്പെടും. ശരിക്കും നെഗറ്റീവ് ആണെങ്കിൽ ഞാനത് ആ സെൻസിലേ എടുക്കത്തുള്ളൂ, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. അമ്മ അതിരസത്തിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. തേങ്ങ നെയ്യിൽ വറുത്തിടുകയാണ്. പിന്നെ കുറച്ച് എള്ളും കൂടെ വേണമെന്ന് പറഞ്ഞു, അത് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് എള്ളും കൂടെ ഇട്ടിട്ട് നമ്മുടെ കലക്കി വെച്ച് മാവിലോട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എള്ളം എടുത്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ആ മാവിലോട്ട് ഇട്ടിട്ട് കലക്കി വെക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലെ നെയ്യപ്പം ഇല്ലേ, അതിൻ്റെ ഒരു മിനി ഫോം എന്ന് പറയാം. എന്തായാലും കലക്കി എടുത്തിട്ടുണ്ട്. ശർക്കരയാണ് ചേർത്തേക്കുന്നത്. പിന്നെ അരിപ്പൊടി കേട്ടോ. എണ്ണ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കോരി ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്കുവിന് കൊടുക്കുകയാണേ, അതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയും. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട്? ചോദിക്കാൻ പാടാണോ? അപ്പൊ ഇതാണ് സാധനം. ടേസ്റ്റ് മധുരം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ശബരിമലയിൽ ഉണ്ണിയപ്പം കഴിക്കുന്ന പോലെ കുറച്ച് പാടാണ് കഴിച്ച് ചവച്ച് കഴിക്കാൻ. നല്ല രുചിയുണ്ട് സംഭവം.
അങ്കു ദേ ട്യൂഷന് പോകാൻ റെഡിയായി. ഇന്ന് ഞാൻ ഹുഡി എടുത്ത് കൊടുത്തിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞു. അവന് വെറുതെ അങ്ങ് പോവേ. പുറത്തൊക്കെ തണുപ്പുണ്ട്, നമ്മളറിയത്തില്ല നമ്മുടെ ശരീരത്തോട് തണുപ്പ് അടിക്കുമ്പോഴേ. എന്തായാലും അവൻ പോയി ട്യൂഷന്. അമ്മ അപ്പോഴത്തേക്കും ഈ ജഡ്ജർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് ഈ പേരയ്ക്ക ഉണ്ടോ. അത് എനിക്ക് ഉപ്പും മുളകും ഒന്നും ചേർക്കുന്ന ഇഷ്ടമല്ല. അമ്മ അതൊക്കെ ചേർത്താ കഴിക്കാം. ഞാൻ സിമ്പിളായിട്ടാണ് കഴിച്ചത്. അമ്മ വരുമ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ് എനിക്ക്. രാഖ അങ്ങനെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. രാഖയ്ക്ക് ഇന്ന് രാത്രി ഒഫീഷ്യൽ പാർട്ടി ഉണ്ട്. നമുക്കിന്ന് ഡിന്നർ എവിടെയാണെന്നറിയാവോ? നമ്മുടെ ഇവിടുത്തെ ടൗൺഷിപ്പിലെ ലേഡീസ് എല്ലാം കൂടെ ചേർന്ന് ലേഡീസ് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഫുഡ് എക്സിബിഷനായി ഇവിടെ. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ച് കഴിക്കാമല്ലോ. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് ഇതേ അമ്മയും ഞാനും അങ്കും കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റൊക്കെ കണ്ടോ ഒന്നും കൂടെ. എന്തായാലും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അതുവരെ നമുക്ക് കാണിക്കാമല്ലോ. ഞാൻ ദേ ഫുള്ളി പാക്ഡ് ആയിട്ട് ഇറങ്ങുക. അങ്കു എന്നാലും മുടി എടുത്തിട്ടുണ്ട്. അമ്മയും തണുപ്പിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രൗണ്ടിലാണ്. ഈ മെയിൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇവിടെ അല്ല. ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ആണോ? സാധാരണ നേരത്തെയൊക്കെ ഇവിടെ ആയിരുന്നു. പക്ഷേ ക്രിക്കറ്റിന് സെറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇത് അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പം നമ്മൾ ഇത് അവിടെ എത്തി. കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും 4 മണിക്ക് തുടങ്ങിയതാ. ഇതിപ്പോൾ 8 മണി കഴിഞ്ഞു. നമുക്ക് വല്ലതും കിട്ടുമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇതേ നേരെ കാണുന്ന ആ സ്ഥലത്താട്ടോ. അതേ ഇങ്ങനെ ഓരോ എന്താ പറയുക ടെൻറ്റ് പോലെ കെട്ടിയേക്കുന്നുണ്ടോ. ഓരോ സ്ഥലത്തും ഹോം മെയ്ഡ് ഫുഡാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയി എന്തൊക്കെയാണെന്നൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ ചാട്ടാട്ടോ, ചാട്ട് സെക്ഷൻ. ഫസ്റ്റ് കൗണ്ടറിൽ കണ്ടത് നമ്മുടെ ഗോൾഗപ്പെ അല്ലെങ്കിൽ പാനിപൂരി, ഇവിടുത്തുകാരുടെ ഹൃദയം എന്ന് പറയാം. പിന്നെ വടാപ്പാവും, ഗോബി പക്കോട വേണോ. ചാട്ടിൻ്റെ സെക്ഷനിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. ഗോബി പക്കോട എന്തായാലും ഒരെണ്ണം വാങ്ങി. കുറച്ച് സോസൊക്കെ അവർ ഒഴിച്ച് തരുന്നുണ്ട്. തിരിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ തീർന്നു പോലെ. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും കൗണ്ടർ കെട്ടിക്കഴിഞ്ഞു. ഇത് അടുത്ത കൗണ്ടറൊക്കെ എനിക്കൊന്ന് ഒഴിഞ്ഞു. 4 മണിക്ക് തുടങ്ങിയതല്ലേ. ഇത് തമിഴ്നാടുകാരുടെ കൗണ്ടർ കേട്ടോ. ഞാൻ കാണിച്ചത് ഇവിടെ ചിക്കനാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു നോൺ വെജ് കൗണ്ടറാണ്. ചിക്കൻ പക്കോടയും ചിക്കൻ പോപ്കോണും. അവർ ഇതേ മയണൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നുള്ള 2 ഫാമിലി ആയത് ഉണ്ടാക്കുന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ അങ്കുവിൻ്റെ കണ്ണ് വിരിഞ്ഞു. എന്തായാലും അതൊരു പ്ലേറ്റ്. കാരണം നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കുറേശ്ശെ എല്ലാം വാങ്ങുന്നുണ്ട്. അവർ ചൂടോടെ തന്നെ അതേ വറുത്ത് കോരി നമുക്ക് ഇട്ട് തരുക. അടുത്ത കൗണ്ടറിൽ ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അതും തമിഴ്നാട് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് തീർന്നു പോയി. പിന്നെ അതിൻ്റെ അടുത്തത് നമ്മുടെ ഒറീസക്കാരുടെയാണ്. ഇത് നമ്മുടെ ടൗൺഷിപ്പിൽ ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു ഫാമിലിയാട്ടോ. അപ്പോൾ ഇവിടെ സൂചി കാക്കട, പിന്നെ ഗുജിയ, ആലു ബോണ്ട, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ മധുരമുള്ള സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇതൊക്കെ ഒറീസ സ്പെഷ്യൽസ് ആണ്. സൂചി കാക്കടയും ഗുജിയും വാങ്ങിച്ചു കേട്ടോ. സൂചി എന്ന് പറഞ്ഞാൽ നമ്മൾ റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവം, അകത്ത് തേങ്ങയൊക്കെ വെച്ചിട്ട് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ചെന്നത് ഗുജറാത്തി. അവർക്ക് അവിടെ തേപ്ല എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. അത് ചൂടോടെ അവർ ചുട്ടു കൊടുക്കുമായിരുന്നു. അതിന് ഓൾറെഡി കുറേ പേര് ലിസ്റ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ഇതേ ഓർണമെൻറ്റ്സും സൂട്ട്സും ഒക്കെ. ഇവിടെ ബൊട്ടീക്കുള്ള കുറച്ച് ഫാമിലീസും ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതാ എക്സിബിഷൻ. നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസസ്, ഇലാസ്റ്റിക് ബ്ലൗസൊക്കെ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഇവിടെ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഓർഡർ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവരനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടെയുള്ള ഫാമിലീസ് ഇങ്ങനെ കുറച്ച് ബൊട്ടീക്സ് നടത്തുന്നവരും ഉണ്ട്. അപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന എക്സിബിഷൻ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ബ്രെഡ് പീസ, പാവ് ഭാജി, ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളുടെയും ആളുകളിങ്ങനെ ചേർന്നിട്ട് ചെറിയ സ്റ്റോളുകളായിട്ട്. എന്തായാലും വീട്ടിലുണ്ടാക്കിയതല്ലേ. അപ്പോൾ പാവ് ഭാജി എന്തായാലും വാങ്ങുകയാണ്. അങ്കുവിൻ്റെ ഫേവറേറ്റ് ആണ് പാവ് ഭാജി. ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു പ്ലേറ്റ് പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഫുഡും ഒക്കെ നോക്കിയിട്ട് വീണ്ടും വന്ന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അങ്കു വീണ്ടും വേണം, ഒരെണ്ണം പോരാന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരെണ്ണം ഇപ്പോൾ വാങ്ങിച്ചു. അത് ടേസ്റ്റ് ചെയ്തിട്ട് അടുത്ത കൗണ്ടേഴ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും വന്ന് നമുക്ക് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ ഒരു ബ്രെഡ് പീസയും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആ ടേബിളുടെ കാര്യം പറഞ്ഞാൽ അതിനും ക്യൂ ആയിരുന്നേ. ആളുകൾ പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്യുക. നമ്മളും അങ്ങനെ ചെയ്യുക. ദേ വന്നിരുന്ന് കഴിക്കുക. ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആളുകൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. നമ്മൾക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ. നമ്മൾ മെല്ലെ കഴിച്ചു പോകും. പിന്നെ എന്തോ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ എടുത്ത് വെച്ചേക്കുന്ന എന്തൊക്കെയോ കളി നമുക്ക് കൊടുക്കാം കേട്ടോ. എന്തോ ചെറിയ പൈസ കൊടുത്തിട്ട് നമ്മൾ കളിച്ച് ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. ഇത് ശരിക്കും ലേഡീസ് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ്. കുറച്ച് ലേഡീസ് ക്ലബിന് നമ്മുടെ കമ്പനിയും പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫൺ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ മേള എന്ന് പറയാം.
അങ്ങനെ ഓരോ കൗണ്ടേഴ്സിലും എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. ഇവിടെ ടൊമാറ്റോ സൂപ്പിൻ്റെ ഒരു കൗണ്ടറും ഉണ്ട്. എന്തായാലും ചൂടോടെ ഒരു ടൊമാറ്റോ സൂപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതാ സംഭവം. അതിന് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് അതും വാങ്ങി. പിന്നെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ചായയും കോഫിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്കറിയാവുന്ന ടേസ്റ്റി ആണെന്ന് തോന്നുന്നതൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ മുളക് ബജി ഉണ്ടായിരുന്നു. അമ്മയ്ക്കത് വാങ്ങാമെന്ന് വെച്ചാൽ അത് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു കേട്ടോ. പഫ്ഡ് റൈസ് ഇല്ലേ, പഫ്ഡ് റൈസിന്റെ വേണോ അത്? മുർമുറേന്ന് പറഞ്ഞാല് നമ്മുടെ പൊരി ഇല്ലേ, ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ആ പൊരി കൊണ്ടിട്ടുള്ള ഒരു ചാട്ട് പോലത്തെ ഒരു സംഭവം ഈ ജാൽമുരി കേട്ടോ. അതെന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങാന്ന് വെച്ചിട്ടാണ് വാങ്ങിയിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഈ സാധനമൊക്കെ, ഇതാണ് ജാൽമുരി. നമ്മുടെ നാപ്കിനാണ്. ടേസ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, പണ്ട് നമ്മൾ ഒരു കുടുംബശ്രീ യൂണിറ്റ് പോലെ വന്നത് ഒരു മേള കാണിച്ചില്ലേ, അവരും ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, നെയ്യും കാര്യങ്ങളും കണ്ടോ. ഇവിടുത്തുകാരുടെ ഹരിയാന സ്പെഷ്യൽ അതങ്ങനെ വെക്കണം എന്ന് ഇവർക്കുണ്ട്. അപ്പോൾ 2-3 കൗണ്ടർ അവരുടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഗെയിംസ് ആണ് പിള്ളേരുടെ. ഇവിടെ നമ്മൾ കളിച്ച് ജയിച്ചിട്ട് ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് അനൗൺസ് ചെയ്തതാണ് സംഭവം. ഇവിടെ എക്സിബിഷനൊക്കെ പോലെ ഒരു ചെറിയ മിനി എക്സിബിഷൻ. ഇതും നമ്മുടെ ടൗൺഷിപ്പിൽ ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു ലേഡി കേട്ടോ. ദാബേലി എന്നാ അതിന്റെ പേര്, ദാബേലി. വാങ്ങിക്കാം. ചീസ് ബോൾ ദേ ദോ. पास्ता चाट। ये क्या चीज है? ये पास्ता चाट है। अंकु चीज बॉल्स यू डोंट वांट? ഇത് വെച്ചോ അമ്മ പിടിച്ച് നമുക്ക് വേസ്റ്റിലോട്ടിടാം. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചപ്പോൾ തന്നെ അമ്മയുടെ വയറ് ഏകദേശം സെറ്റായി കേട്ടോ. ഇച്ചിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയല്ലോ. അങ്കൂനി ഇങ്ങനെയൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസ്, നമ്മുടെ ഫുഡ് കോർട്ട്, അവരുടെ ദോശ, സാമ്പാർ, ജ്യൂസോ കണ്ട. ഇവർ പ്രൊഫഷണലായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് നമ്മുടെ ഇവിടുത്തെ മെസ്സ് നടത്തുന്ന അവരുടെ ഒരു കൗണ്ടറും കൂടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ടേസ്റ്റ് ആയിട്ട് വാങ്ങിയില്ല. അങ്കുവിൻ്റെ ബ്രെഡ് പിസ്സ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് അത് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഒരു പാവഭാജിയും കൂടെ വാങ്ങിച്ചിട്ടാണ്. എനിക്ക് വേണ്ടമ്മ. ബ്രെഡ് പിസയുടെ കൗണ്ടറിലായിരുന്നു പാവഭാജി. ആദ്യമേ അവൻ പറഞ്ഞിരുന്നു അമ്മ എനിക്കൊരു പാവഭാജിയും കൂടെ വേണമെന്ന്. അങ്ങനെ വാങ്ങിച്ചപ്പോൾ അവന് വേണ്ട കേട്ടോ. കാരണം ഇതൊക്കെ കഴിച്ചിട്ട് അവൻ്റെ വയറ് നിറഞ്ഞിരുന്നേ. അപ്പോൾ പിസയും കൂടെ ഉണ്ടായിരുന്നല്ലോ ബ്രെഡിൻ്റെ. ദിസ് ഇസ് ബ്രെഡ് പിസ്സ അല്ലേ? ഒരു 2 ഉണ്ടമ്മ. കോണും ക്യാപ്സിക്കം എന്തൊക്കെയോ വെച്ചത് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതും ചൂടോടെ അവർ തന്നു. അതും പിള്ളേർക്ക് ഇതൊക്കെ തന്നെയല്ലേ ഇഷ്ടം. നമ്മളിപ്പോ വീട്ടിലോട്ട് പോവല്ലേ അപ്പോൾ എന്തായാലും പാവഭാജിയും ബ്രെഡ് പീസയും കൂടെ നിർത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാം. വയറ് സെറ്റായിട്ടുണ്ട് എല്ലാവരുടെയും. കൗണ്ടേഴ്സും ഓൾമോസ്റ്റ് ക്ലോസ് ആയി. ആൾക്കാരുടെ എണ്ണമൊക്കെ കുറഞ്ഞു കണ്ടോ. ഞങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു അവസാനം എല്ലാം വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരുടെയും വയറ് കുമ്പം മീനത്തിലായി. അങ്കു കൈ ഇങ്ങനെ വെച്ച് നടക്കുന്നതെന്നറിയാം. അവന് കൈ കഴുകണമെന്ന് പറഞ്ഞു. കൈ കഴുകണമെങ്കിൽ നമുക്ക് അകത്ത് കയറി കഴുകണം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോകില്ല, അവിടെ പോയി കഴുകാമെന്ന്. പക്ഷെ അവൻ കേൾക്കത്തില്ല. അവൻ കൈ കഴുകിയേ പറ്റത്തുള്ളൂ. പിന്നെ എവിടെയോ പോയി കൈ കഴുകിയിട്ട് വന്നു. നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇതാട്ടോ. ഇവിടെ എത്തിയപ്പോൾ അവനെ കാണുന്നില്ല. അവൻ കൈ കഴുകാൻ പോയതാ. ഇനി ഫുഡ് മേള ഉള്ളതുകൊണ്ടാണ് ക്രിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഹലോ മിസ്റ്റർ ബണ്ണി. നമ്മൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ സ്ഥിരം കാണുന്ന നമ്മുടെ മുയൽ കേട്ടോ. ഹലോ ഓടി. ഇനി വീട്ടിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.